ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. എല്ലാവിധ റിപ്പോർട്ടുകൾക്കും റൂമറുകൾക്കും വിരാമം കുറിച്ചുകൊണ്ട് ഇന്നലെയായിരുന്നു CBF അക്കാര്യത്തിലൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയത്. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ പരിശീലകനായിക്കൊണ്ട് ഇപ്പോൾ ചുമതലയേറ്റിട്ടുണ്ട്. 2026 വേൾഡ് കപ്പ് പ്രധാനമായും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CBF ഇപ്പോൾ ഈ ഒരു വിദേശ പരിശീലകനെ കൊണ്ടുവന്നിട്ടുള്ളത്. ടീമിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കാർലോ ആഞ്ചലോട്ടിക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം പലരും ഇപ്പോൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഗ്ലോബോ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയറെ നേരത്തെ തന്നെ കാർലോ ആഞ്ചലോട്ടി ബന്ധപ്പെട്ടിരുന്നു, കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നാണ് ഗ്ലോബോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഭാവി പ്ലാനുകളെ കുറിച്ചൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ പ്രോമിസുകൾ ഒന്നും നൽകിയിട്ടില്ല എന്നൊക്കെയാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. CBFുമായി ചർച്ചകൾ നടത്തുന്ന വേളയിൽ തന്നെ ആഞ്ചലോട്ടി നെയ്മർക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നു. പ്രധാനമായും നെയ്മറുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയാണ് ഈ പരിശീലകൻ നെയ്മറെ വിളിച്ചിരുന്നത്. തികച്ചും ഇൻഫോർമലായ ഒരു കോൾ തന്നെയായിരുന്നു അത്. വരുന്ന വേൾഡ് കപ്പിൽ നെയ്മറുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ പരിശീലകന് കൃത്യമായി അറിയാം. എന്നാൽ പ്രോമിസുകൾ അഥവാ ഉറപ്പുകൾ ഒന്നും നൽകിയിട്ടില്ല. നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും പ്ലാനുകളെക്കുറിച്ചുമാണ് രണ്ടുപേരും സംസാരിച്ചിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് ഗ്ലോബോ നൽകിയിട്ടുള്ളത്. അതായത് നെയ്മറെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഒരു ടീമിനെ കെട്ടിപ്പടുത്തുയർത്താൻ തന്നെയായിരിക്കും ആഞ്ചലോട്ടി ശ്രമിക്കുക. പക്ഷേ നെയ്മറുടെ വിടാതെ പിന്തുടരുന്ന പരിക്കുകൾ അദ്ദേഹത്തിന് തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. നെയ്മർ ഇപ്പോഴും പരിക്കിന്റെ പിടിയിലാണ്. വരുന്ന ജൂൺ മാസത്തിലെ മത്സരങ്ങളിൽ കളിക്കാൻ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ സ്ഥിരീകരണങ്ങളും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.